രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണത്തിന് ഇനി ഒരു വർഷം മാത്രമാണ് ബാക്കിയുള്ളത്. രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാരിൽ ഏറ്റവും മികച്ച മന്ത്രി ആരായിരിക്കും? ജനങ്ങളുടെ അഭിപ്രായം നമുക്കൊന്ന് കേട്ടു നോക്കാം. പിണറായി വിജയൻ എന്തുകൊണ്ടാണ്? സാധാരണക്കാരന് വേണ്ടി പല ഉപകാരങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പക്ഷെ അദ്ദേഹം ആഭ്യന്തര വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. അതായത് നമ്മുടെ ക്രമസമാധാനമൊക്കെ അത് പക്ഷേ അത്രയ്ക്ക് നല്ല അഭിപ്രായമല്ലല്ലോ ഉള്ളത്. നല്ല അഭിപ്രായം, ഭൂരിപക്ഷം നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം തന്നെയാണ്. നല്ല വ്യക്തിയുമാണ്. വേറെ മറ്റു മന്ത്രിമാരെ കുറിച്ച് എന്താണ് അഭിപ്രായം? വേറെ മന്ത്രിമാർക്കെല്ലാം പിണറായി വിജയനും താഴോട്ടുള്ളവരല്ലേ? അതിൻ്റെതായ ഇത് കാണും. മികച്ചതായിട്ട് തോന്നിയിട്ടുള്ള നമ്മുടെ ഗണേഷ് സാറാണ്. എന്തുകൊണ്ടാ? സാറ് കൊണ്ടുവരുന്ന പദ്ധതികളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. മറ്റേ നഗരത്തിലെ കാഴ്ചകൾ, പിന്നെ വണ്ടികളുടെ ഇത് സമയനഷ്ടം, അതൊക്കെ കൃത്യമായി മുഹമ്മദ് റിയാസിനെ പറ്റി എന്താ അഭിപ്രായം? പുള്ളിക്കാരൻ്റെ റോഡ് വികസനവും തിരക്കേടില്ല. എല്ലാ റോഡുകളും ഇപ്പം നമ്മുടെ വഴുതക്കാട് റോഡൊക്കെ നമുക്ക് ഫലപ്രദമായിട്ടുണ്ട്. പിന്നീടുള്ളതെന്ന് പറയുന്നത് ഇപ്പം നിലവിൽ പുള്ളിക്ക് ഇടുവന്ന ദേശീയപാതയിലുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഇത്രയും കാലത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ മികച്ചതായിട്ട് പറയാൻ ഒരു മന്ത്രി പോലും ഇല്ല. എന്തുകൊണ്ടാണ് സാർ അങ്ങനെ പറയുന്നത്? കേരളത്തിൻ്റെ ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ പോലും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള അവർക്കതിന് യോഗ്യതയുണ്ട്. അത് ഓരോ പാർട്ടിയാണ് തീരുമാനിക്കുന്ന. ആള് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്, അതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ അവരുടെ പ്രവർത്തനങ്ങൾ കേരളത്തിന് ഗുണകരമല്ല. ഓരോ വകുപ്പെടുത്ത് പ്രത്യേകം പരിശോധിച്ചാൽ അതറിയാൻ പറ്റും. ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയം. കാർഷിക മേഖലയെ സംബന്ധിച്ചെടുത്ത് പരിശോധിച്ചാൽ, വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ, പിന്നെ സിവിൽ സപ്ലൈസ് ഏറ്റവും ഗതികേടെന്ന് പറയുന്നത് നമ്മുടെ സിവിൽ സപ്ലൈസാണ്. ഏറ്റവും മികച്ച മന്ത്രി എന്ന് പറയുന്നത് ഗണേഷ് കുമാറാണ്. എന്തുകൊണ്ടാണ് സാർ? പുള്ളി എല്ലാം ആക്റ്റീവായിട്ട് പൊതുജനങ്ങളുടെ കാര്യത്തിൽ നന്നായിട്ട് ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ്. അതെ, ഒന്നുമില്ല, ഒരു മന്ത്രിയില്ല. എന്തുകൊണ്ടാണ്? മന്ത്രിമാരൊക്കെ കഴിവുള്ള, പക്ഷെ അവർക്ക് അതിനുള്ള വിനിയോഗിക്കാനുള്ള സാഹചര്യമില്ല, സാമ്പത്തികമില്ല. ധനവകുപ്പ് പൈസ അനുവദിച്ചാലേ അവർക്ക് എന്തെങ്കിലും കാര്യം നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ മന്ത്രിമാർക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ആത്മാർത്ഥത്തോടെ ചെയ്യുന്ന കുറേ CPIയുടെ മന്ത്രിമാരുണ്ട്. ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ. ബാക്കിയുള്ളവരിലൊക്കെ അറിയാമല്ലോ ആ കണ്ടീഷൻ നിൽക്കുന്നു. ഒരുത്തരുമില്ല, പിണറായി ഉൾപ്പെടെ ആരുമില്ല. എന്തുകൊണ്ടാ സാർ? ഒരു വകയ്ക്ക് കൊള്ളാത്തവന്മാരെ പിടിച്ച് ഇതേപോലെ വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇത്രയേ ഉള്ളൂ. ഞാൻ പറയും പോലെ കേൾക്കണമെന്നുള്ളതിനല്ലേ എൻ്റെ താഴെ വയ്ക്കുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നാശത്തിൻ്റെ പരിസമാപ്തി. ശരിക്കാതെ പറയാനില്ല. മുഖ്യമന്ത്രി തന്നെ. എന്തുകൊണ്ടാണ് അദ്ദേഹം കൊള്ളാന്ന് പറയുന്നത്? 5 വർഷം കുഴപ്പമില്ലായിരുന്നു. 5 വർഷം കുഴപ്പം, എന്നാലും കുഴപ്പമില്ല. ഇനി അവരെ വരും. കോൺഗ്രസ് വരില്ല. കോൺഗ്രസ് തമ്മിൽ അടിയല്ലേ. കേരളത്തിൽ സുരേഷ് ഗോപി നമ്മുടെ MP ആണ് രാജ്യസഭയിൽ. നമ്മളെ കേരള മന്ത്രിസഭയിൽ പിണറായി വിജയൻ, മുഹമ്മദ് റിയാസ്, MP രാജേഷ്, വീണ ജോർജ്, അങ്ങനെയുള്ള മന്ത്രിമാരിലെ ഏറ്റവും മികച്ചതായി ആരെയാണ് തോന്നിയിട്ടുള്ളത് ഇവിടെ കേരളത്തിലുള്ള മന്ത്രിമാരിൽ? കേരളത്തിൽ ഒട്ടുമിക്കാലും മന്ത്രികളെ എനിക്ക് മോശം അഭിപ്രായമാണ്. കേരളത്തിൽ അത്ര വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ട് തോന്നിയിട്ടില്ല. കേരളത്തിന് പുറത്ത് നിൽക്കുന്ന നമ്മളെ നരേന്ദ്രമോദി നല്ല നേതാവ്, നല്ല സെറ്റപ്പുമാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും പറഞ്ഞാൽ ഹിന്ദു മതമായിട്ടാണ് നരേന്ദ്രമോദിയെ പറയുന്നത്. അപ്പോൾ നരേന്ദ്രമോദി യുദ്ധത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈ നമ്മളെ ഇന്ത്യയിൽ മുസ്ലിം അങ്ങനെയുള്ള ഇതില്ല, എല്ലാവരും ഇന്ത്യക്കാരാണ്. അതായത് ഇന്ത്യയെ നമ്മൾ രക്ഷിക്കും. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്. ഞാനൊരു പാർട്ടിക്കാരനാണ്, അത് അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. മികച്ചതായിട്ട് തോന്നിയിട്ടുള്ളത് കർണാടനാണ്. ഇപ്പോഴുള്ള മന്ത്രിമാരിൽ ആരാണ് നല്ലതായിട്ട് തോന്നുന്നത്? ഇപ്പോഴുള്ളത് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണോ അതോ അല്ല മന്ത്രിമാർ വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് പറയാൻ ആരുമില്ല. മന്ത്രിമാരുടെ പേരെന്ന് പറയാമോ? KB ഗണേഷ് കുമാറാണ് ഗതാഗതം. പിന്നെ R ബിന്ദു ഗതാഗതമൊക്കെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഗതാഗതത്തിൽ ഒത്തിരി പരിഷ്കാരങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി. ഞാൻ പറയാൻ പറയുന്നില്ല. പക്ഷേ ഈ ഗതാഗത രംഗത്ത് ഞാൻ പാർട്ടിക്കാരനൊന്നും അല്ലേ,
വ്യക്തിപരമായിട്ടൊന്നും എനിക്ക് ആരടുപ്പമുള്ള ആളുമല്ല. പക്ഷേ ഗതാഗത രംഗത്ത് കുറേ പരിഷ്കാരങ്ങൾ വരുന്നുണ്ട്. അവർക്ക് കൃത്യമായ ശമ്പളവും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ധനകാര്യ വകുപ്പ് ധനകാര്യോ KN ബാലഗോപാൽ നല്ലതായിട്ട് തോന്നി. പക്ഷെ ഒരുപാട് കടങ്ങൾ വരുത്തി വെക്കുന്നു എന്നൊരു ആരോപണം വരുന്നുണ്ടല്ലോ. കടം മൊത്തം കേരളത്തിലെ കടമാണല്ലോ, പിന്നെ അങ്ങേരത്ത് വരുത്തിയൊക്കെയായി ആ കംപ്ലീറ്റ് വാങ്ങിച്ചിട്ട് അവരത് സ്പെൻഡ് ചെയ്തിട്ട് കണക്ക് കൊടുക്കണില്ല. കണക്ക് കൊടുത്താലേ കേന്ദ്രം തരുവുള്ളൂ. പിന്നെ കടം എന്ന് പറഞ്ഞു കൊടുത്താൽ കാര്യമില്ല. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം നല്ലൊരു മന്ത്രി. പിന്നെ അങ്ങനെ ധനം ഭരണം അനുസരിച്ചില്ല അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇവിടെ എത്ര കൊടുത്താലും തീരുന്നില്ല കേരളത്തിൽ. അത് എന്ത് ചെയ്യാൻ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുഖ്യമന്ത്രി ആയിരിക്കും. മുഖ്യമന്ത്രി തന്നെയാണ്. എന്തുകൊണ്ട് അദ്ദേഹം ഒരു മികച്ച മന്ത്രിയാണെന്ന് പറയുന്നത്? നല്ലൊരു ഭരണകർത്താവാണെന്നുള്ള ഒരു തോന്നലുള്ളതുകൊണ്ട് അത് പറയുന്നത്. ഇത്രയും ശരി. ശരി.